മാം എവിടെ പോയി? കാണുന്നില്ലല്ലോ. Good morning, all. Good morning, ma'am. 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 Okay, good morning. Prayer ആരാണ്? ഞാനാണ് മാം. Okay. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേൻ പ്രണാമം. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേൻ പ്രണാമം. മണ്ണിലും വിണ്ണിലും പുല്ലിലും പൂവിലും നന്മയായി ഉണ്മയായി നീ അണയൂ. മണ്ണിലും വിണ്ണിലും പുല്ലിലും പൂവിലും നന്മയായി ഉണ്മയായി നീ അണയൂ. കണ്ണിനു കനവായി കാതിനു കുളിരായി ഉള്ളിലെ ഉണർവായി നീ തെളിയൂ. കണ്ണിനു കനവായി കാതിന് കുളിരായി ഉള്ളിലെ ഉണർവായി നീ തെളിയൂ. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേൻ പ്രണാമം. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേൻ പ്രണാമം. താങ്ക് യു മാം. Congrats. നന്നായിട്ട് പാടിയിട്ടാണ്. Sign in and thought of the day. Thought of the day പറയട്ടെ മാം. പറഞ്ഞോളൂ. Good morning all. Today's thought: where there is a will, there is a way. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. Thank you. സൈൻ പറയാം മാം. അപ്പൊ ഇന്ന് സൈൻ വന്നിട്ട് ഒരു ആക്ടിവിറ്റിയാണ്, ഇംഗ്ലീഷ് ആക്ടിവിറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മളെല്ലാവർക്കും ഇംഗ്ലീഷ് കുറെ അറിയാനുണ്ടല്ലോ. ഇന്ന് പറയാൻ പോകുന്നത് അനഗ്രാം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അനഗ്രാം എന്ന് പറയുന്നത് നമുക്ക് ഒരു വേർഡ്, ആ വേർഡിൽ തന്നെ ആ ലെറ്റേഴ്സ് റീ അറേഞ്ച് ചെയ്തിട്ട് വേറൊരു വേർഡ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് അനഗ്രാം എന്ന് പറയുന്നത്. ഇത് കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ സേവ് എന്ന് എഴുതിയിട്ടുണ്ട്, SAVE. നമുക്ക് ഈ 4 ലെറ്റേഴ്സ് റീ അറേഞ്ച് ചെയ്തിട്ട് വേറൊരു വേർഡ് ഉണ്ടാകണം. അതാണ് നമുക്ക് അനഗ്രാം പറഞ്ഞത്. അപ്പൊ ഇതിലൂടെ ഉണ്ടാവുന്നത് വേസ് ആണ്, VASE, വേസ്. അതുപോലെ സൈലന്റ്, സൈലന്റ് നമ്മൾ റീ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നതാണ് ലിസൺ എന്നൊരു വേർഡ്. പോസ്റ്റ്, POST, പോസ്റ്റ് നമ്മൾ റീ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് എന്ന വേർഡ് കിട്ടും. NOTE, നോട്ട്, അത് നമുക്ക് റീ അറേഞ്ച് ചെയ്യുമ്പോൾ TONE, ടോൺ എന്ന് കിട്ടും. ആക്ട്, ആക്ട് നമുക്ക് റീ അറേഞ്ച് ചെയ്യുമ്പോൾ CAT, കാറ്റ്. എർത്ത്, എർത്തിനാണെങ്കിൽ ഹാർട്ട്, സോറി HEART, ഹാർട്ട്. തിങ്ക് റീ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നൈറ്റ്, NIGHT. റേസ് ആണെങ്കിൽ കേവ്, CAVE, കേവ്. അല്ല ആറിയാണ് കേട്ടോ. ഇനി ഡസ്റ്റി എന്നുള്ളതാണ്. ഡസ്റ്റി നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ സ്റ്റഡി എന്ന് വരും. അതേപോലെ ബിലോ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എൽബോ എന്ന് വരും. ഇതുപോലെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഇപ്പൊ നിന്ന് 10 വേർഡ്സ് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ളതാണ് നമ്മൾ പറയുന്നത് അനഗ്രാം എന്ന്. ഇത് നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. സോ ഇനി നമ്മൾ ഭാവിയിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഇത് നമുക്ക് ആവശ്യം വരുമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. ഓക്കെ, അപ്പോ താങ്ക് യു മാം. താങ്ക് യു. എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിച്ച് കാണുന്നു. സൈൻ ബൈ മോനിഷ. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ
ഒന്നും കേൾക്കുന്നില്ല. എന്താ കേൾക്കാത്തെ? ജോളി, ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പാർട്ട് 2 കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് എടുക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പാർട്ട് 2 ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്നാണ്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. നിങ്ങൾ ചൈൽഡ് ഡെവലപ്മെന്റ് പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഗ്രോത്ത് എന്നൊരു ആക്സെപ്റ്റ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഗ്രോത്ത് എന്നൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗ്രോത്ത് ആണ് എവിടെ വരുന്നത്? ഫിസിക്കൽ ഡെവലപ്മെന്റിൽ വരുന്നത്. അപ്പൊ ടോട്ടൽ ഡെവലപ്മെന്റിന്റെ ഒരു പാർട്ടാണ് ഗ്രോത്ത് നമ്മളവിടെ പറഞ്ഞു. അപ്പൊ അവിടെ വരുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. Physical development is the growth and development of the body and the brain. നമ്മുടെ ബോഡിയുടെയും ബ്രെയിനിന്റെയും നമ്മുടെ എന്താ പറയാ ഗ്രോത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് ഓഫ് മസിൽസിന്റെ ഗ്രോത്ത്, നമ്മുടെ എന്താ പറയാ സെൻസ് ഗ്രോത്ത്, അതേപോലെ ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസിന്റെ ഗ്രോത്ത്, ഇതെല്ലാം ഫിസിക്കൽ ഡെവലപ്മെന്റിൽ വരുന്നുണ്ട്. Physical development is important because it supports the language development, social skills and other core areas of learning. നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനും സോഷ്യൽ സ്കിൽസ് ഡെവലപ്മെന്റിനൊക്കെ ഈ ഫിസിക്കൽ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എന്താണ് നമ്മുടെ ടെസ്റ്റിൽ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഒരു വ്യക്തിയുടെ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ബോഡിയിൽ വരുന്ന നമ്മൾ ഗ്രോത്തിൽ എന്താ പറഞ്ഞത്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് refers to the process which brings progressive changes in external as well as internal body organ of an individual. ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ എക്സ്റ്റേണൽ അതേപോലെ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള ബോഡി ഓർഗൻസിന്റെ എന്താ പറയാ പ്രോഗ്രസിനെയാണ്, പുരോഗമനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. In order to enhance their capacity to function, ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് നമ്മളുടെ ആ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബോഡിയുടെ പ്രോഗ്രസീവ്നെസ്സിനെ, പുരോഗതിനെ, മാറ്റങ്ങളെയാണ് നമ്മൾ മൊത്തമായിട്ട് എന്ത് പറയുന്നത്? ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ എന്താ പറയാ എക്സ്റ്റേണൽ ബോഡി ആവട്ടെ ഇന്റേണൽ, നമ്മുടെ ബോഡിയുടെ അകത്തുള്ള ഇന്റേണൽ ഓർഗൻസിന്റെ ഡെവലപ്മെന്റും നമ്മൾ എന്താ തന്നെ പറയും? ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയും. ഓക്കെ, ഗുഡ് മോർണിംഗ് ജോളി. Normally, the physical changes occurs in following dimensions. നമുക്ക് ഫിസിക്കൽ ഡെവലപ്മെന്റിന് നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ കുറച്ച് ഡയമെൻഷൻ ആയിട്ട് പറയാൻ പറ്റും. നമ്മൾ ഏജിനെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വളർച്ചയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. ഇന്ന ഏജ് മുതൽ ഇന്ന ഏജ് വരെ എന്നുള്ള ഒരു രീതിയിൽ കുട്ടിയുടെ വളർച്ചയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഡെവലപ്മെന്റ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആകുമോ? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിച്ചല്ലേ? ഇല്ല. പക്ഷെ ഗ്രോത്ത് മെച്യൂരിറ്റി അറ്റൻഡ് ചെയ്ത സ്റ്റോപ്പ് ആവില്ലേ? സ്റ്റോപ്പ് ആവും. നമ്മുടെ ഹൈറ്റിന്റെ കാര്യം നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ചേ. നമ്മളൊരു 80-90 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അധികം ഹൈറ്റ് കൂടിയിട്ടുണ്ടോ? ഇല്ല മാം. 90 ഇയേഴ്സ് വരെ നമ്മുടെ ഹൈറ്റ് എന്ത് ചെയ്യുള്ളൂ? കൂടിയിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആയി. അതേപോലെ തന്നെ നമ്മുടെ ചപ്പലിന്റെ സൈസിൽ മാറ്റം വരാറുണ്ടോ? നമ്മുടെ ഫൂട്ടിന്റെ സൈസിൽ മാറ്റം വരാറുണ്ടോ? ശേഷം വരാറില്ലല്ലോ. ഇല്ല. അല്ല എങ്കിൽ ഇപ്പൊ ആദ്യമൊക്കെ കുറെ കാലം ഞാൻ ഈ അടുത്താണ് 8ലേക്ക് മാറിയത്. അത് ചിലപ്പോ നമ്മുടെ കാലിന്റെ നീരോ അങ്ങനെ ഏജ് ആവുമ്പോ അങ്ങനത്തെ പ്രശ്നം കൊണ്ട് നമുക്ക് സൈസിൽ വ്യത്യാസം വരും. കോമൺലി വരാറില്ല. ചില കമ്പനികളുടെ സൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. വെരിക്കോസ് വെയിൻ ഉണ്ടാണോ? പക്ഷേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇല്ല. സൈസിൽ വ്യത്യാസം വന്നു. ചില കമ്പനിയുടെ സൈസ് അനുസരിച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ. അതായത് അല്ലെങ്കിൽ നമ്മുടെ സൈസിന് കറക്റ്റ് മെഷർമെന്റ് ആയിരിക്കും കേട്ടോ. ഇതിന്റെ ഷേപ്പ് അനുസരിച്ച് വ്യത്യാസം വരില്ലേ? അങ്ങനെ വരാറുണ്ട്. മെഷർമെന്റ് എടുക്കുകയാണെങ്കിൽ സെന്റിമീറ്റർ ഒക്കെ വെച്ച് നമ്മൾ
നമ്മൾ അളവ് നോക്കുകയാണെങ്കിൽ ആ മെഷർമെന്റ് ചെയ്തിട്ട് വരില്ല. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് ആവശ്യമില്ല. കാലൊക്കെ വണ്ണം വെക്കുമല്ലോ, അപ്പോ അങ്ങനെ ചേഞ്ച് വന്നിട്ടുണ്ടാവും വണ്ണം വെക്കുമ്പോൾ. വന്നിട്ടുണ്ടാവും. നമ്മള് ഏജ് ആവും അല്ലെങ്കിൽ നീര് വരാം. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ചപ്പൽസ് കുറച്ച് വലുതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ആ ഒരു ടൈം കഴിയുമ്പോൾ നോർമലി ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ നമുക്ക് നോർമൽ ആയിട്ട് വരും. അല്ലാതെ എന്ത് വരുന്നില്ല, മാറ്റം വരുന്നില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് ഹൈറ്റും നമ്മുടെ ഫുഡിന്റെ സൈസും. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഫിസിക്കൽ ചേഞ്ചസ് ഏതൊക്കെ ഏജിലാണ് മാറ്റങ്ങൾ കൂടുതലായിട്ട് വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് വരുന്നത്. ഇപ്പൊ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി റിലേറ്റഡ് ടു ഗ്രോത്ത് ആണ്. നമ്മുടെ ഇന്റേണൽ ബോഡി ഓർഗൻസിന്റെയും എക്സ്റ്റേണൽ ബോഡി ഓർഗൻസിന്റെയും മൊത്തമായിട്ടുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ഡയമെൻഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കുട്ടി ജനിച്ച 0 to 2 years എന്ന് പറഞ്ഞാല് ഭയങ്കര ഷിഫ്റ്റ് ആണ്, ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും അവരുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. പേജ് നമ്പർ 41. ഇങ്ങനെയായിരിക്കും, ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും ഡെവലപ്മെന്റ്. കുട്ടികൾക്ക് പെട്ടെന്ന് ഹൈറ്റ് വെക്കുന്നു, വെയിറ്റ് വെക്കുന്നു ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. 0 to 2 years എന്ന് പറഞ്ഞാല് പീരീഡ് ഓഫ് ഇൻഫൻസി ആണ് ഇത്. എന്ത് 0 to 2 years എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ഇൻഫൻസി എന്ന് നമ്മൾ പറയും. അപ്പോ ഇൻഫാൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫൻസിൽ നമ്മളുടെ ഭയങ്കര ഷിഫ്റ്റ് ആയിരിക്കും. ആ ടൈമില് ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും, ചേഞ്ചസ് വരും ഫിസിക്കൽ ഡെവലപ്മെന്റ്. കുട്ടികള് എന്താ പറയാ, അവര് ഓരോ സ്റ്റേജസ് നമ്മളെന്താ പറയാ, നമ്മള് 3 മാസം വരെയൊക്കെ കുട്ടികൾ കടന്നോടത്ത് കിടക്കാണ്. അത് കഴിയുമ്പോൾ പെട്ടെന്ന് കാലിന് കൈക്കൊക്കെ നീളം വെക്കുന്നു, തല ഉറയ്ക്കുന്നു, പിന്നെ പതുക്കെ ഇരിക്കാൻ തുടങ്ങുന്നു, മുട്ടിലഴയാൻ തുടങ്ങുന്നു, എഴുന്നേൽക്കുന്നു, നടക്കുന്നു, പിടിച്ചു നടക്കുന്നു, പിന്നെ സ്പീഡിൽ ഓടി നടക്കുന്നു. അപ്പൊ 0 to 2 years കുട്ടികളുടെ വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഷിഫ്റ്റ് ആണ്, ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ ഫിസിക്കൽ ഡെവലപ്മെന്റ് നമുക്ക് ഓരോ ടൈമായിട്ട്, ഓരോ പീരീഡ് ആയിട്ട് കുട്ടികളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇൻഫൻസി എന്നുവെച്ചാൽ 0 to 2 years. നെക്സ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് പീരീഡ് ഓഫ് പ്രീ ചൈൽഡ്ഹുഡ് ആണ്. അതാണ് നമ്മളുടെ മോൺസോറി കുട്ടികളുടെ ഏജ് 3 to 6 years. എത്രയാണ്? 3 to 6 years. നമ്മൾ പീരീഡ് മാത്രമാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 7 to 9 years. എത്രയാണ്? 7 to 9 years. Then later childhood എത്രയാണ്? 10 to 13 years. 13 years കഴിഞ്ഞിട്ടുള്ള നമ്മൾ എന്താ പറയണേ, അഡോളസെന്റ് ഏജ് എന്നാ പറയുക. 30 years to 90 years അഡോളസെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മള് കുട്ടികളുടെ ഏജിന് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻഫൻസി, പ്രീ ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്. നോട്ട് ചെയ്യേണ്ട കാര്യം ആ ടൈം പീരീഡ് ആണ്. ഇൻഫൻസി എന്ന് പറയുന്ന പീരീഡ് ഏതാണ്? 0 to 2 years ആണ്. പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 3 to 6 years ആണ്. മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 7 to 9 years ആണ്. ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 10 to 13 years ആണ്. ആ ഇയറുകൾ ശ്രദ്ധിക്കാം. ഇനി ഈ ടൈമിൽ നമ്മളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇസ് വെരി സ്വിഫ്റ്റ് ഡ്യൂറിങ് ഇൻഫൻസി. ചെറുപ്പം അല്ലെങ്കിൽ എന്താ പറയാ, ഇൻഫൻസി ടൈമില് ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആയിരിക്കും. ഈ സ്വിഫ്റ്റിനുള്ളവർക്ക് ഫാസ്റ്റ് കൂടി ആക്കിക്കോട്ടോ. മീനിങ് ആയിട്ടുള്ള ഫാസ്റ്റ് ആണ്. ആ സമയത്ത് പെട്ടെന്നായിരിക്കും ഫിസിക്കൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്, ഫാസ്റ്റ് ആണ്. ഇനി നമ്മൾ ഇൻഫൻസി വരെ ഉള്ള ടൈമിൽ നമ്മൾ എന്ത് ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് അക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ഒരു പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ്. അതൊന്ന് ഫിക്സ് ചെയ്യണം. ചിലപ്പോൾ നമ്മളൊരു 3-4 വയസ്സുള്ള കുട്ടികളുടെയൊക്കെ വെയിറ്റിൽ വ്യത്യാസം വരാതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവര് ആ ഒരു ടൈമിൽ 2 years 3 years വരെ ചിലപ്പോൾ വെയിറ്റിൽ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷെ 3 years കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വെയിറ്റ് വെക്കില്ല. എന്ന് വെച്ചാല് ആദ്യം പറയാം, ഒരു കുട്ടി ജനിക്കുമ്പോൾ ചിലപ്പോൾ 3 kgs ആയിരിക്കും വെയിറ്റ്. 3 kg പെട്ടെന്നായിരിക്കും ഒരു എന്താ പറയാ 3 months ആകുമ്പോഴേക്കും ഡബിൾ ആകുന്നത് 6 kg വരും. പിന്നെ പെട്ടെന്നായിരിക്കും എത്രയിലേക്ക് വരുന്നത്? 9 വരുന്നത്. 2 yearsനുള്ളിൽ 9 kg എത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 9 kg കുറച്ചും കൂടി വെയിറ്റ് കൂടാനായിട്ട് പതുക്കെ സ്ലോ ആയിട്ടായിരിക്കും ഇത് പോകുന്നത്, പതുക്കെ വെയിറ്റ് കൂടുള്ളൂ. ഓക്കെ, അപ്പൊ 3 to 6 years കുട്ടികൾക്ക് വെയിറ്റ് വെക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പീരീഡ് നമ്മൾ ഇൻഫൻസി സ്റ്റേജിൽ അക്യൂർ ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റ് ഫിക്സ് ചെയ്യുന്ന ടൈമാണ്. പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ് എന്ത് പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പൊ അവരവിടെ അക്യൂർ ചെയ്തിട്ടുള്ള എന്താ ഗ്രോത്ത് നമ്മളിവിടെ ഫിക്സ് ചെയ്യാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് 3 to 6 yearsൽ പെട്ടെന്ന് കുട്ടികൾക്ക് ഗ്രോത്ത് സംഭവിക്കാത്തത്. ഓക്കെ,
അതങ്ങനെയാണ്, ഒരു ടൈമിൽ നന്നായിട്ട് ഗ്രോ ചെയ്യും, അത് കഴിഞ്ഞ് കുറച്ചു നേരം ഫിക്സേഷൻ എടുക്കും, വീണ്ടും ഗ്രോ ചെയ്യും, പിന്നെയും ഫിക്സേഷൻ ടൈം എടുക്കും, പിന്നെയും ഗ്രോ ചെയ്യും. അങ്ങനെയാണ് കുട്ടികളുടെ വളർച്ച. അപ്പൊ ഏതൊക്കെ ടൈമിലാണ് ഗ്രോ ചെയ്യുന്നത്, ഏതൊക്കെ ടൈമിലാണ് ഫിക്സേഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്, പിന്നെയും ഗ്രോ ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോ physical development is very swift during infancy 0 to 2 years. Infancy period ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആയിരിക്കും physical development. Then period of pre-childhood 3 to 6 years, it is the period of fixation. ഈ ടൈമിനെയാണ് നമ്മൾ period of fixation എന്ന് പറയുന്നത്. That is what is attained in infancy is stabilized. നമ്മൾ ഇൻഫാൻസി സ്റ്റേജിൽ അക്യൂർ ചെയ്തിട്ടുള്ള ആ ഒരു ഡെവലപ്മെന്റ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുന്നത്, സ്റ്റേബിൾ ആക്കുന്നത്, ഫിക്സ് ചെയ്യുന്നത് ഏത് ടൈമിലാണ്? പ്രീ ചൈൽഡ്ഹുഡിലാണ്. പ്രീ ചൈൽഡ്ഹുഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റേബിൾ ആക്കുന്നത്. ഓക്കെ. ദെൻ മിഡിൽ ചൈൽഡ്ഹുഡ് ആണ്. മിഡിൽ ചൈൽഡ്ഹുഡിന് നമ്മൾ 7 to 9 years എന്ന് പറയുന്നത് ഷോ അഗെയിൻ എ പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഈ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വീണ്ടും അടുത്ത ഗ്രോത്തും ഡെവലപ്മെന്റും സംഭവിക്കുന്നത് 7 to 9 years ആണ്. നമ്മളൊരു കുട്ടി 1ാം ക്ലാസ്സിലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹൈറ്റ് ഒക്കെ വയ്ക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഹൈറ്റ് വെയിറ്റ് ഒക്കെ വയ്ക്കും. പക്ഷെ അവര് KG സെഷനിലാണെങ്കിൽ അത്രയും പെട്ടെന്ന് വളർച്ച ഉണ്ടാവില്ല. പ്ലേ സ്കൂളും KG സെഷനിലും കുട്ടികൾ പെട്ടെന്ന് ഗ്രോ ചെയ്യുക. പക്ഷെ കുട്ടി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും ഹൈറ്റ് ഒക്കെ വെക്കുന്നത്. അപ്പൊ അവര് വീണ്ടും ഗ്രോ ചെയ്യുന്ന ടൈമാണ് ഏത്? മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. 7 to 9 years വീണ്ടും ഗ്രോ ചെയ്യുന്ന ടൈമാണ്. But the rate of growth is low in comparison to infancy. നമ്മൾ ഇൻഫൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രോത്ത് അത്രയും കൂടുതലല്ല, എന്നാലും ഗ്രോ ചെയ്യുന്നുണ്ട്. മിഡിൽ ചൈൽഡ്ഹുഡിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. അടുത്ത ടൈമാണ് എന്താണ്? ലേറ്റർ ചൈൽഡ്ഹുഡ്. അത് 10 to 13 years ആണ് നമ്മൾ ലേറ്റർ ചൈൽഡ്ഹുഡ് ആയിട്ട് കണക്കാക്കുന്നത്. ഈസ് അഗെയിൻ എ പീരീഡ് ഓഫ് ഫിക്സേഷൻ. വീണ്ടും നമ്മുടെ ആ ഒരു പീരീഡ് ഓഫ് ഫിക്സേഷൻ വന്നിരിക്കുകയാണ്. നമുക്ക് ഇത്രയും നാള് ഒരു 7 to 9 years വന്ന ഗ്രോത്ത് ഒന്ന് ഫിക്സ് ചെയ്യുന്ന ടൈം 10 to 13 years എന്ന് പറയുന്നത്. അവിടെ നമുക്ക് വേറെ ഗ്രോത്ത് ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ 13 years കടന്നു കഴിഞ്ഞാൽ അഡോളസന്റ് ഏജിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഗ്രോത്ത് ആയിരിക്കും. നമ്മൾ ഇൻഫൻസി ടൈമിലുള്ള ഗ്രോത്തിന്റെ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് കുട്ടികളിൽ വരുന്നത്. ഇപ്പൊ പെൺകുട്ടികളുടെ കേസായാലും ആൺകുട്ടികളുടെ കേസായാലും ഒത്തിരി മാറ്റങ്ങൾ അഡോളസന്റ് ഏജിലേക്ക് വന്നു കഴിയുമ്പോൾ സംഭവിക്കാറുണ്ട്. പെൺകുട്ടികളാണെങ്കിൽ എന്താ പറയാ, അവർക്ക് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് അവരുടെ ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. ആൺകുട്ടികളിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോ ഒത്തിരി മാറ്റങ്ങളാണ് കുട്ടികളുടെ സൗണ്ടിൽ വരുന്ന ചേഞ്ചസ്. അതേപോലെ അവർക്ക് എന്താ പറയാ ഹെയർ ഗ്രോത്തുകൾ സംഭവിക്കുന്നു. ഗേൾസിനായാലും ഇതേപോലെ ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്ന ഒരു ടൈമാണ്. റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഏത് ടൈമായിട്ട്? അഡോളസന്റ് ഏജിൽ, ഏർലി അഡോളസന്റ് ഏജിൽ വരുന്നത്. ഓക്കെ. അപ്പോ നമ്മൾ ഒരു 13 വയസ്സ് വരെ ഒരു കുട്ടിനെ കണ്ട് പെട്ടെന്ന് നമ്മൾ കുറച്ച് നാൾ കാണാതിരുന്ന് വീണ്ടും കാണുമ്പോൾ പെട്ടെന്നായിരിക്കും അവളിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും അവളൊരു കുട്ടി, ഒരു ഗേൾ എന്നുള്ള രീതിയിൽ നിന്ന് പെട്ടെന്ന് ഒരു വുമണിലേക്കുള്ള ചേഞ്ചസ് ആണ് ഈ അഡോളസന്റ് ഏജിൽ നടക്കുന്നത്, കൗമാരപ്രായത്തിൽ നടക്കുന്നത്. ഓക്കെ. കൗമാരപ്രായക്കാരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫൻസിയുടെ ഗ്രോത്തിനോട് തുല്യമാണ്. ആ ടൈമിൽ വരുന്ന മാറ്റങ്ങൾ പോലെ തന്നെയാണ് അഡോളസന്റ് ഏജിൽ വരുന്ന മാറ്റം. അപ്പൊ ഏർലി നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് 3 years ഓഫ് അഡോളസന്റ് എന്ന് വെച്ചാൽ 14, 15, 16 ആ ഒരു ടൈം ഏർലി അഡോളസൻസ് എന്ന് നമ്മൾ പറയുന്നത് മാർക്ക്ഡ് ആസ് ദ ഇയർ ഓഫ് റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒരു ഭയങ്കരമായിട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇയർ ആയിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്ന ഏർലി അഡോളസന്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഒത്തിരി അവരുടെ എന്താ പറയാ ഇന്റേണൽ ബോഡി ഓർഗൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു ടൈമാണ് ഏത്? ഏർലി അഡോളസന്റ് എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ ഗ്രോത്ത് സീസ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റോപ്പ് ആകുന്നു. when maturity is attained. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് അവിടെ വെച്ച് എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് ചെയ്യാണ്. ഒരു 80-90 yearsൽ നമുക്ക് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേഞ്ചസ് സംഭവിക്കുന്നില്ല, വേറെ വ്യത്യാസങ്ങളോ ഗ്രോത്തോ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ അഡോളസന്റെ കാര്യം കൂടി ഫസ്റ്റ് 3 years നോക്കട്ടാ. ഫസ്റ്റ് 3 ഓഫ് അഡോളസന്റ്, ഏർലി അഡോളസൻസ് എങ്ങനെയാണ്? റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് സംഭവിക്കുന്നത്. സോറി, 1 minute.
ഓക്കെ, നമുക്കൊന്നും കൂടി നോക്കാം എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കാം. ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇൻഫൻസി ഏജിൽ വളരെ ഷിഫ്റ്റ് ആയിരിക്കും, എന്ന് വെച്ചാല് കൂടുതലായിരിക്കും, വെരി ഫാസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ 3 to 6 ഇയർ പ്രീ ചൈൽഡ്ഹുഡിന്റെ സമയത്ത് അതൊരു പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ്. നമ്മൾ ഇൻഫൻസിൽ അക്യൂർ ചെയ്തിട്ടുള്ള ഗ്രോത്ത് ഒന്ന് ഫിക്സ് ചെയ്യുന്ന ഒരു ടൈമാണ് പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ദെൻ 7 to 9 ഇയേഴ്സ് എന്ന് പറയുന്നത് മിഡിൽ ചൈൽഡ്ഹുഡ് ആണ്. ദെൻ വീണ്ടും കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങും, ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അതൊരു പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ടൈമാണ്. പക്ഷേ ഇൻഫൻസിനെ അപേക്ഷിച്ച് എന്തായിരിക്കും, ഗ്രോത്തിന്റെ റേറ്റ് സ്ലോ ആയിരിക്കും, കുറച്ച് ലോ ആയിരിക്കും. പിന്നെ ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ്. പിന്നെ നമ്മുടെ അഡോളസെന്റ് ഏജ്, അതാണ് ഏറ്റവും മാർക്ക് ചെയ്യേണ്ട ഒരു കാര്യം. എന്താണ്, റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. എന്താണ്, വളരെ ചേഞ്ചസ് ആണ്. നമുക്കറിയാം പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ അഡോളസെന്റ് ഏജിലേക്ക് കടന്നു കഴിഞ്ഞാൽ, കൗമാരപ്രായത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവരുടെ ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും പെട്ടെന്നായിരിക്കും ഒരു ചേഞ്ചസ് സംഭവിക്കുന്നത്. ഫിസിക്കൽ ഗ്രോത്ത് എപ്പോഴാണ് സ്റ്റോപ്പ് ആകുന്നത്? ഫിസിക്കൽ ഗ്രോത്ത് എപ്പോ സ്റ്റോപ്പ് ആകും? ഫിസിക്കൽ ഗ്രോത്ത് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യാണ്, ഫിസിക്കൽ ഗ്രോത്ത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. മെച്യൂരിറ്റി അറ്റൈൻ, ഫിസിക്കൽ ഗ്രോത്ത് സീസ് ചെയ്യാണ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, ഞാനിപ്പോ ഈ പറഞ്ഞ ഈ 6 പോയിന്റിൽ നിന്ന് തന്നെ ഈ ചാപ്റ്ററിന്റെ ഏകദേശം ക്വസ്റ്റ്യൻസും വരും. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ഞാനിപ്പോ ഈ പറഞ്ഞ ഈ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി എന്നോട് ചോദിക്കുക വേണം. ഞാൻ ചിലപ്പോൾ ഫാസ്റ്റ് ആയിട്ടായിരിക്കും പറഞ്ഞത്, എന്നാലും ഞാൻ ഒന്നും കൂടി പറയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചോദിക്കാം. നമ്മൾ ഇൻഫൻസി എന്ന് പറയുന്ന പീരീഡ്, ഇൻഫൻസി എന്ന് പറഞ്ഞാൽ 0 to 2 ഇയേഴ്സ് ആണ്. കുട്ടിയുടെ വളർച്ചയിൽ അവൻ ജനിച്ച ദിവസം മുതൽ 2 വയസ്സാകുന്നത് വരെയുമാണ് ആ കുട്ടിയിൽ ഭയങ്കര വെരി ഷിഫ്റ്റ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഫിസിക്കൽ ഡെവലപ്മെന്റ് വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കുട്ടി 3-ാം മാസം ആകുമ്പോഴേക്കും ഇത് കമന്ന് വീഴുന്നു, 5-ാം മാസം ആകുമ്പോഴേക്കും ഇരിക്കാനായിട്ട് സ്റ്റേബിൾ ആകുന്നു. പിന്നെ ഒരു 8 മാസം ആകുമ്പോഴേക്കും കുട്ടിൽ എഴുതി തുടങ്ങുന്നു. 1 വയസ്സാകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, പിടിച്ചു നിൽക്കുന്നു. പിന്നെ 1 വയസ്സ്, 1.25 വയസ്സ്, 1.5 വയസ്സിനുള്ളിൽ അവൻ നടന്നു തുടങ്ങുന്നു. പിന്നെ അത്രയും ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭയങ്കര റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് അവിടെ വരുന്നത്. ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും ഇതിന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഇപ്പൊ 2 വയസ്സ് 3 വയസ്സായ ഒരു കുട്ടിക്ക് അവിടെ വെച്ചിട്ട് അവന് വെയിറ്റ് കറക്റ്റ്, ഞാൻ പറഞ്ഞ പോലെ ആദ്യം 3 kg ഒരു കുട്ടിക്ക് ഉള്ള വെയിറ്റ് എങ്കിൽ, ആവറേജ് വെയിറ്റ് 3 kg ആണല്ലോ, അതുകൊണ്ട് 3 kg എന്ന് പറയുന്നത് അവര് 6-ാം മാസം ആകുമ്പോഴേക്കും ഡബിൾ ആകണം വെയിറ്റ്. അപ്പൊ എത്ര വന്നു, 6 kg വന്നു. ഒരു വയസ്സൊക്കെ ആകുമ്പോഴേക്കും 6, 7, 8, 9 എത്തുന്നു. പിന്നെ ഒരു 1.5 വയസ്സൊക്കെ വരുമ്പോഴേക്കും ഒരു 11.5 kg, 1.5 വയസ്സ്, 11.5, ഒരു 12 kg വെയിറ്റ് വരും. ആ വെയിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടൈം കഴിയുമ്പോഴേക്കും പിന്നെ വെയിറ്റ് സ്പീഡായിട്ട് ചേഞ്ചസ് വരിക, വെയിറ്റിലെ അത്രയും ചേഞ്ചസ് പിന്നെ വരിക. ചില അത്രയും ടൈമിൽ പെട്ടെന്ന് വെയിറ്റ് കൂടി വന്നെങ്കിൽ പ്രീ ചൈൽഡ്ഹുഡിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് പെട്ടെന്ന് ചേഞ്ച് ആവില്ല. ഈ പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ്. പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്, പീരീഡ് ഓഫ് ഫിക്സേഷൻ. ഓക്കെ, അപ്പോ പീരീഡ് ഓഫ് ഫിക്സേഷന്റെ സമയത്ത് നമ്മൾ ഇൻഫൻസിയിൽ അറ്റൈൻ ചെയ്തിട്ടുള്ള എന്താണ് ഗ്രോത്ത് ഒന്ന് സ്റ്റേബിൾ ആക്കുന്ന ഒരു ടൈമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കുന്ന പീരീഡാണ് 7 to 9 ഇയേഴ്സ്. അത് മിഡിൽ ചൈൽഡ്ഹുഡ് ആണ്. നമ്മൾ ചൈൽഡ്ഹുഡിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രീ ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്. പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ 3 to 6, 7 to 9, 10 to 13. അപ്പോൾ മിഡിൽ ചൈൽഡ്ഹുഡിലേക്ക് വരുമ്പോൾ വീണ്ടും ഗ്രോത്തിന്റെ ടൈമാണ്. ഒരു KG സെഷനിൽ കുട്ടി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡിലേക്ക് എത്തുമ്പോഴേക്കും അവന്റെ ഹൈറ്റിലൊക്കെ ഒത്തിരി വ്യത്യാസം വരാം. നിങ്ങളിപ്പോ പ്ലേസിലൊക്കെ അവർ കഴിയുമ്പോൾ നമ്മളുടെ കൂടെയുള്ള കുട്ടികളെ, KG സെഷനിലെ കുട്ടികളായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അവര് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അവരുടെ ചേഞ്ചസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഗ്രോത്ത് മിഡിൽ ചൈൽഡ്ഹുഡില് നമ്മുടെ ഇൻഫൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 0 to 2 ഇയേഴ്സിൽ ഗ്രോത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലോ ആണ്, എന്നാലും ഗ്രോത്ത് ഉണ്ട്. ലേറ്റർ ചൈൽഡ്ഹുഡിലേക്ക് വരുമ്പോൾ മിഡിൽ ചൈൽഡ്ഹുഡിൽ അക്യൂർ ചെയ്തിട്ടുള്ള ഗ്രോത്ത് സ്റ്റെബിലൈസ് ചെയ്യുന്ന ടൈമാണ്. ആ പീരീഡ് ഓഫ് ഫിക്സേഷൻ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ
ഫസ്റ്റ് 3 years ഓഫ് അഡോളസെൻസ്, നമ്മുടെ ആദ്യത്തെ കൗമാര പ്രായത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ 3 വർഷം എന്ന് പറഞ്ഞാല് ഏർലി അഡോളസെൻസ് എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ്. റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെന്റ് സംഭവിക്കുന്നതാണ്. പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ ഒത്തിരി ചേഞ്ചസും ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ടൈമാണ് ഏത് ഏർലി അഡോളസെൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത പോയിന്റ് ആണ് ഫിസിക്കൽ ഗ്രോത്ത് എപ്പോ സീസ് ആവും? മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴേക്കും സീസ് ആവും. ഈ മെച്യൂരിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 80 to 90 years എത്തുമ്പോഴേക്കും നമ്മുടെ മെച്യൂരിറ്റി ഏകദേശം അറ്റൈൻ ചെയ്യും. അവിടെ വെച്ച് നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടോ നിങ്ങള്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാം. ഏതെല്ലാം പീരീഡിലാണ് റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്? അപ്പോ ഇൻഫൻസി, ഏർലി അഡോളസൻസ് ആണ്. എത്രയായിട്ടാണ് നമ്മുടെ ചൈൽഡ്ഹുഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? 3 ആയിട്ടാണ്. അല്ലെങ്കിൽ ഏതൊക്കെയാണ്? പ്രീ ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റ് ചൈൽഡ്ഹുഡ്. പിന്നെന്താണ്? അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ടൈം പീരീഡ് വെച്ചിട്ട് പ്രീ ചൈൽഡ്ഹുഡിന്റെ ടൈം ഏതാണ്, മിഡിൽ ചൈൽഡ്ഹുഡിന്റെ ടൈം ഏതാണ്, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ ഓക്കെ മുനീറ മാം, ഈ ഗ്രോത്ത് നടക്കുന്നത് ഏതിലാണെന്ന് ചോദിച്ചാല് പിന്നെ 0 to 2 പിന്നെ അഡോളസൻസ് അതിൽ 2 7 to 9 അങ്ങനെയല്ല, ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് നടക്കുന്ന സമയമാണ് ഇൻഫൻസിയിലും ഏർലി ചൈൽഡ്ഹുഡിലും കൂടുതലായിട്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇൻഫൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിലും മിഡിൽ ചൈൽഡ്ഹുഡിലും ഗ്രോത്ത് ഉണ്ട്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പീരീഡ് ഓഫ് ഫിക്സേഷൻ എന്ന് പറയുന്നതാണ് പ്രീ ചൈൽഡ്ഹുഡും അതേപോലെ ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിക്സേഷന്റെ സമയത്ത് ഗ്രോത്ത് സംഭവിക്കുന്നില്ല എന്നല്ല, പക്ഷെ നമ്മൾ ആ ഗ്രോത്തിന്റെ സമയത്തുള്ള അത്രയും എന്ത് സംഭവിക്കുന്നില്ല, അത്രയും അളവിൽ അത്രയും റേറ്റിൽ ഗ്രോത്ത് സംഭവിക്കുന്നില്ല. വെയിറ്റിലൊക്കെ ചേഞ്ചസ് വരും, എന്നാലും പെട്ടെന്ന് ചേഞ്ചസ് വരുന്നില്ല, പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നില്ല. ഓക്കെ, നമ്മൾ ഫിസിക്കൽ ഗ്രോത്ത് 2 കാര്യത്തിന്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഹൈറ്റിന്റെയും വെയിറ്റിന്റെയും ബേസിലാണ് ഫിസിക്കൽ ഗ്രോത്ത് മെഷർ ചെയ്യുന്നത്. Physical growth is calculated by measuring the height and weight at regular intervals. നമ്മൾ റെഗുലർ ഇന്റർവെൽസ് ആയിട്ട് ഹൈറ്റും വെയിറ്റും മെഷർ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു 0 to 3 yearsലെ കുട്ടികളുടെ ഗ്രോത്ത് നമ്മള് ഏത് കാർഡിലാണ്? അമ്മയും കുട്ടി എന്ന് പറയുന്ന കാർഡില്ലേടാ, നമ്മള് എന്താണ് ഹെൽത്തി എന്നൊക്കെ കിട്ടുന്ന മാതൃ എന്തായിരുന്നു കാർഡിന്റെ പേര്? ഒരു ഇമ്മ്യൂണിറ്റി കാർഡ്, പോളിയോ കാർഡ്. അതന്നെയാണല്ലേ? ഓക്കെ, ആ കാർഡില് 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഗ്രോത്ത് ഇത്ര ഹൈറ്റ് വേണം, ഇത്ര വെയിറ്റ് വേണം എന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ പറയുമ്പോൾ ചിലപ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിലും അതിൽ കറക്റ്റ് ആയിട്ട് 3 years വരെയുള്ള കുട്ടികളുടെ ഗ്രോത്ത് കറക്റ്റ് ആയിട്ട് അവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. The physical growth is calculated by measuring the height and weight at regular intervals. നമ്മൾ ഫിസിക്കൽ ഗ്രോത്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ വെയിറ്റും ഹൈറ്റും റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഫിസിക്കൽ ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലെന്നോ ഉറപ്പുവരുത്തുന്നത്. The average weight of a 3-year-old, average height of a 3-year-old എത്രയാണ്? 96 centimeter ആണ്. 96 centimeter വേണം 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 3 kgs ആണ്. എത്രയാണ്? 3 kgs ആണ്. ഇത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഇത്തിരി വേരിയേഷൻ ഉണ്ടെങ്കിലും ആവറേജ് ഹൈറ്റ് 96ഉം ആവറേജ് വെയിറ്റ് 13ഉമാണ്. 96 സെന്റിമീറ്റർ ആണ് ആവറേജ് ഹൈറ്റ്, ആവറേജ് വെയിറ്റ് 13 kg ആണ്. ഓക്കെ ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്തേക്കട്ടെ. ആവറേജ് വെയിറ്റും ഹൈറ്റും ഒന്ന് മാർക്ക് ചെയ്തേക്ക്. ഓക്കെ, 3 വയസ്സുള്ള കുട്ടിക്ക് 13 kg-യോ? എന്തേ കൂടുതലല്ലേ അത്? കൂടുതലാണ് എന്താ പറയുന്നേ? മാക്സിമം അല്ലേ? എന്താണ് മാക്സിമം 13 kg വരെ ആകാമെന്നാണോ പറയുന്നത് 3 വയസ്സുള്ള കുട്ടിക്ക്? ആവറേജ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 13 kg എന്ന് പറയുമ്പോ ആവറേജ് വെയിറ്റിന്റെ
അത് 3 വയസ്സുള്ള വരെയുള്ള കുട്ടികൾക്ക് 13 kg വരെയും ആകാം എന്നാ പറയുന്നത്. ആരെങ്കിലും വീട്ടില് 3 വയസ്സുള്ള കുട്ടിയുണ്ടോ? ഹൈറ്റോ? എന്റെ വീട്ടിലുണ്ട് 8 കിലോ. 8 കിലോ, അത് അണ്ടർ വെയിറ്റ് ആണ്. ധന്യയുടെ വീട്ടിലോ? അവള് 10 ഉള്ളു, അവള് കുറവാണെന്നാ പറയാറ്. 13 വേണം എന്നാണ്. 13 വേണം, അത് അണ്ടർ വെയിറ്റ് ആണ്. റെസ്റ്റിന്റെ വീട്ടിലോ? എന്റെ വീട്ടിൽ ഓഗസ്റ്റിൽ മോൻക്ക് 3 വയസ്സാവും. അവനക്ക് ഇപ്പൊ 9.5 കിലോ. ഓഗസ്റ്റിലേക്ക് 3 ആവുള്ളൂ, മെയ്യിൽ ആയിട്ടുള്ളൂ. 2-3 മാസം കൂടെ ഉണ്ട്. 9.5 ഉണ്ട്. കുഴപ്പമില്ല. കാരണം എന്റെ കുട്ടിക്ക് 4 വയസ്സാകുന്നുണ്ട്. ആൾക്ക് എനിക്ക് തോന്നുന്നു 14-13 സംതിങ് ഉള്ളൂ. അത് കുഴപ്പമില്ല. ആവറേജ് വെയിറ്റ് അല്ല അവർ പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി നമ്മള് ജസ്ല ഹൈറ്റ് എത്രയായിരുന്നു മാം പറഞ്ഞേ? 96. ഒരു 88 ഒക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. 88, 85 to 96 ആ റേഞ്ച് മതി. അതെ, എന്റെ മോക്ക് 4 വയസ്സായി 17 kg ഉണ്ട്. കറക്റ്റ് ആണ്. മോൾക്കാണോ? മോളാണോ മോനാണോ? ആൺകുട്ടികൾക്ക് വെയിറ്റ് കൂടുതലായിരിക്കും കേട്ടോ. പെൺകുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആൺകുട്ടികൾക്ക് വെയിറ്റ് കൂടുതലായിരിക്കും. പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞ ആവറേജ് വെയിറ്റിനേക്കാളും കുറവായിരിക്കും സാധാരണ രീതിയിൽ വരാറ്. നമ്മളെ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ നമ്മള് ഡോക്ടർ വെയിറ്റ് നോക്കാറുണ്ടല്ലോ. അപ്പൊ വെയിറ്റ് നോക്കുമ്പോൾ ഡോക്ടറോട് പറയാം ഇത്രയും ഏജ് ആയിട്ടുണ്ട്, അപ്പൊ അണ്ടർ വെയിറ്റ് ആണോ അല്ലെങ്കിൽ വെയിറ്റിന് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാം. മുനീറ ഞാനതൊന്ന് ഇത് ചെയ്യാം, പിൻ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. ക്ലിയർ ആയിട്ട് കാണാനുണ്ടെങ്കിൽ എന്താ പറയുന്നേ? ഗ്രീൻ ആണ് കറക്റ്റ് അല്ലെ? ഈ സൈഡില് എത്ര പറഞ്ഞ ഏജ് ആണോ പറയുന്നത്? എടാ വോയിസ് ഓൺ ആക്കുക. പെൺകുട്ടീന്റെ നീളം അനുസരിച്ചുള്ള തൂക്കം ഇതിൽ പറയുന്നത്. പറ, നീളം എത്ര വേണം? ഞാൻ പറയുകയാണെങ്കിൽ ഒരു 96 ഉണ്ടെങ്കിൽ എത്ര വേണം വെയിറ്റ്? കുഴപ്പമില്ല. ഞാൻ നെക്സ്റ്റ് ഞാൻ ആ കാർഡ് കൊണ്ടുവരാം. അപ്പൊ നമുക്കത് ക്ലിയർ ആയിട്ട് പറയാലോ. അപ്പൊ അവർ ആവറേജ് വെയിറ്റാ പറയണം, അത്രയുമെങ്കിലും വേണം എന്നുള്ളൊരു മീനിങ്ങിലേ പറയുന്നുള്ളൂ. 3 years വരെ 96 ഹൈറ്റ് വേണം, വെയിറ്റ് 13 വേണം. ഇപ്പൊ നമ്മള് ജനറ്റിക്കൽ ഫാക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ ചില അച്ഛനമ്മമാര് ഭയങ്കരമായിട്ട് വെയിറ്റും ഹൈറ്റും കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ കുട്ടികളും അതേപോലെ തന്നെയായിരിക്കും, വെയിറ്റും ഹൈറ്റും കുറവായിരിക്കുള്ളൂ. ചില കുട്ടികൾക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ ഒരു ഹൈറ്റും വെയിറ്റും വരാനുള്ള ചാൻസ്, ചിലവർക്ക് ഡിഫറൻസ് ഉണ്ടാവും. അത് കുട്ടികളുടെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. നോ പ്രോബ്ലം. നമ്മളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കാർഡ് കൊണ്ടുവരാം, പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇനി സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ഹെൽത്തി പ്രീ സ്കൂൾ ചിൽഡ്രൻസ്. ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് ട്രീറ്റ്മെന്റ് വേണ്ടി പോകുമ്പോൾ അവർ വെയിറ്റ് നോക്കാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മളോട് ഡോക്ടർ ഏജ് പറയുമ്പോ നമ്മളോട് ഇങ്ങോട്ട് പറയാറുണ്ടോ അണ്ടർ വെയിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോളൂ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മോനെ ഹൈറ്റ് വെയിറ്റ് എത്രയായിരുന്നു കുട്ടിക്ക്? ഹർഷ ഏജ് വെയിറ്റും പറയാം. എന്താ വെച്ചാല് എന്നോട് പറഞ്ഞിട്ടുണ്ട് മമ്മ, അവക്ക് 3 വയസ്സ് ഈ മാസം 5-ാം തീയതി 3 വയസ്സായി. അവക്ക് 8.5 കിലോയേ ഉള്ളൂ. അപ്പം വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മരുന്ന് എഴുതുമ്പോ നമുക്ക് മരുന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് ഒരു ml ഉണ്ടല്ലോ, അത് നമ്മൾ വെയിറ്റ് കുറഞ്ഞിരിക്കുമ്പോ ഈ ആളുടെ പ്രായത്തിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മരുന്ന് നമ്മൾ കൊടുക്കുമ്പോ ആദ്യം തന്നെ എത്ര kg ഉണ്ടെന്ന് നമ്മളോട് ചോദിക്കാം. അപ്പൊ നമ്മളതിന് അവർക്ക് കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു വെയിറ്റ് നോക്കിയിട്ടാണ് മരുന്നിന്റെ അളവ് എഴുതുള്ളൂ. അപ്പൊ ഇവർക്ക് വെയിറ്റ് കുറവായിട്ടുണ്ട്. മാക്സിമം വെയിറ്റ് കൂട്ടാനായിട്ട് നോക്കാം കേട്ടോ. അവിടെ ഫുഡൊന്നും കഴിക്കില്ല? കഴിക്കാൻ വളരെ മടിയാ, ഭയങ്കര മടിയാ. അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ നോക്കുക, പ്രോട്ടീൻസും അതേപോലെ വൈറ്റമിൻസും ഒക്കെ അടങ്ങിയ ഫുഡുകൾ മാക്സിമം നമ്മൾ കുട്ടികൾക്ക് വേറെ രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, കുട്ടികൾക്ക് കൊടുക്കുന്ന നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്ന പോലെയല്ല, കുട്ടികൾക്ക് ഒരു കുറച്ച് നല്ല ഭംഗിയിലൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് ഇഷ്ടമായിരിക്കും കഴിക്കാനായിട്ട്. മാക്സിമം
അവർക്ക് കൊണ്ട് ഫുഡ് കഴിപ്പിക്കാനൊക്കെ നോക്കാം. ഇലക്കറികൾ കഴിപ്പിക്കാം, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കഴിപ്പിക്കാം, മാക്സിമം കഴിച്ചോളും. പിന്നെ നേഴ്സറിയില് നമ്മള് പ്ലേ സ്കൂളിൽ KG സെക്ഷനിലൊക്കെ പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ സ്വന്തമായിട്ട് കഴിക്കാനായിട്ട് പഠിക്കും. അത്രയും നാൾ നമ്മള് ഇങ്ങനെ പുറകെ നടന്ന് കഴിപ്പിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാ കുട്ടികളും ഓരോ ഫുഡൊക്കെ കഴിക്കണ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കും ഓട്ടോമാറ്റിക്കലി അത് കാണുമ്പോൾ എന്താവും, നമ്മള് ട്രെയിൻ ആവും. അവരെന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ കുട്ടികളും ചെയ്യും. അപ്പൊ അവരും പഠിക്കും ഭക്ഷണം കഴിക്കാനൊക്കെ. ഓക്കെ, പിന്നെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ അണ്ടർ വെയിറ്റ് ആയാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരും. നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, പെട്ടെന്ന് അസുഖങ്ങൾ നമ്മുടെ ഭാഗത്ത് നമുക്ക് വരും, കുട്ടികൾക്ക് വരും. ആ ഒരു പ്രശ്നമുണ്ട്. എത്രയുണ്ട് വെയിറ്റ്? ഓക്കേടാ, നല്ലതാണ്. ഫുഡ് കൊടുത്ത് തന്നെ വെയിറ്റ് വെപ്പിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി സ്റ്റാൻഡേർഡ് വെയിറ്റ് ആൻഡ് ഹൈറ്റ് ഓഫ് ഹെൽത്തി പ്രീ സ്കൂൾ ചിൽഡ്രൻസ് ആണ്. അപ്പോ ഹെൽത്തി പ്രീ സ്കൂൾ കുട്ടികൾക്ക് എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് വെയിറ്റും ഹൈറ്റും വേണ്ടതെന്നാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, മാക്സിമം നമ്മൾ ഹൈറ്റ് വെപ്പിക്കാൻ തന്നെ നോക്കാം. ആദ്യം ഞാൻ ഈ സൈഡിൽ കുറച്ച് ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യണം. കാരണം ആദ്യം കൊടുത്തിരിക്കുന്ന വെയിറ്റ് ബോയ്സിന്റെ ആണ്. ഓക്കെ, ആദ്യം കൊടുത്തിരിക്കുന്ന വെയിറ്റ് എന്താണ്? ബോയ്സിന്റെ ആണ്. ഞാൻ കൊടുത്തിരിക്കുന്നത് വെയിറ്റ് ഗേൾസിന്റെ വെയിറ്റ് ആണ്. നിങ്ങൾ ഇതേപോലെ തന്നെ ടെസ്റ്റിൽ എന്ത് ചെയ്യാത്തിരുത്താട്ടോ. അവിടെ ഒരു ബോക്സ് ഹെഡിങ് കിട്ടുമതാണ് ഒരു. സെക്കൻഡ് ബോക്സ് ഹൈറ്റ് ആവൂലേ മാം? എന്താണ്? ഹൈറ്റ് ആയിരിക്കും അല്ലെ സെക്കൻഡ് ബോക്സ്? സെക്കൻഡ് ബോക്സ് ഹൈറ്റ് ആണ്. അത് നിങ്ങളൊന്ന് ഇവിടെ എനിക്ക് തോന്നുന്നു എന്തോ പ്രശ്നം പറ്റിയതാണെന്ന് തോന്നുന്നു. ഗേൾസിന്റെ സ്പെല്ലിംഗ് ആയിട്ടാണ്. നോക്കട്ടോ, ബോയ്സിന്റെയും ഗേൾസിന്റെയും ഈ സൈഡിൽ വന്നിരിക്കുന്ന വെയിറ്റ് ആണ്, ഈ സൈഡിൽ വന്നിരിക്കുന്ന ഹൈറ്റ് ആണ്. ഓക്കെ, 3 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് 14.78 വരെ വെയിറ്റ് വരാം. സ്റ്റാൻഡേർഡ് ആണ് പറയണത്. ഗേൾസിന് 13.79 വരെ. ഓക്കെ, 4 ഇയേഴ്സിലേക്ക് വരുമ്പോ 16.12 ആണ് ബോയ്സിന്, 15.85 ഗേൾസിന്. 5 ഇയേഴ്സിലേക്ക് വരുമ്പോ 19.33 ആണ് ബോയ്സിന് വരുന്ന ഹൈറ്റ്, 18.67 ആണ് ഗേൾസിന്റെ ഹൈറ്റ്. ദെൻ 50 ഇയേഴ്സിലേക്ക് വരുമ്പോ 22.4 ഗേൾസിന് 21.56 ആണ്. കാരണം ആക്ച്വലി നമുക്ക് ഇതൊന്നും കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബോയ്സിനേക്കാളും വെയിറ്റ് കുറവാണ് ആർക്ക് വരുന്നത്, ഗേൾസിന് വരുന്നത്. ഓക്കെ, അങ്ങനെ നോർമൽ ആണ്. ഇനി ഹൈറ്റിന്റെ കേസിലേക്ക് വരാണെങ്കിൽ 3 ഇയേഴ്സില് ആൺകുട്ടികൾക്ക് 98.36 ഗേൾസിന് 91.21 ആണ്. 4 ഇയേഴ്സിലേക്ക് വരുമ്പോ 104.70 ഗേൾസിന് 104.19 വരുന്നുണ്ട്. ദെൻ 5 ഇയേഴ്സിലേക്ക് വരുമ്പോ 113.51 ആൻഡ് 112.24 വരുന്നു. ബോയ്സിന് 6 ഇയേഴ്സിലെ ഹൈറ്റ് 118 ഒരു 119 റൗണ്ട് ചെയ്യാം. ഗേൾസിന് 117.73 ഹൈറ്റ് ആണ് പറയുന്നത്. ഇതാണ് സാധാരണയായിട്ട് കുട്ടികളിൽ വരുന്ന ഹൈറ്റും വെയിറ്റും. ജസ്റ്റ് നമുക്ക് ഈ മെഷർമെന്റ് കറക്റ്റ് ആയിട്ട് പഠിക്കാനോ എക്സാമിന് ചോദിക്കൊന്നുമില്ല, ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഈ ഗേൾസും ബോയ്സും ഗേൾസും എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുള്ള അതിന്റെ മുകളിൽ ഹൈറ്റും വെയിറ്റും കൂടി ഇരിക്കും. ഞാൻ അത് വിട്ടുപോയിരിക്കണേ കേട്ടോ. ഇനി നമുക്ക് നോക്കാം, ദ ഗെയിൻ ഇൻ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഡിഫറെന്റ് ഫ്രം ചൈൽഡ് ടു ചൈൽഡ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നല്ല കുട്ടികളുടെ ഹൈറ്റും വെയിറ്റും. അത് ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് വരുമ്പോൾ മാറ്റമുണ്ട്. ദ സൈസ് ഓഫ് ദ ബ്രെയിൻ ഓൾസോ ഇൻക്രീസ് സ്റ്റെഡി ഇൻ പ്രീ സ്കൂൾ ഇയേഴ്സ്. നമ്മുടെ ബ്രെയിനിന്റെ സൈസും കൂടുന്നത് പ്രീ സ്കൂൾ ഇയേഴ്സിലാണ്, 3 to 6 ഇയേഴ്സിലാണ്. ബൈ ദ ടൈം എ ചൈൽഡ് ഈസ് 6 years old, ഒരു 6 വയസ്സായി കഴിയുമ്പോൾ
the weight of the brain in 90% of that brain, weight of the 90% of that of the brain of an adult. 6 വയസ്സിലേക്ക് വരുമ്പോ ഒരു മുതിർന്ന ആളുടെ ബ്രെയിനിന്റെ 90% വളർച്ച ആർക്ക് സംഭവിച്ചിട്ടുണ്ടാവും? കുട്ടികളുടെ ബ്രെയിന് സംഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ അതുകൊണ്ടാണ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ടൈമാണ് 3 to 6 years എന്ന് പറയുന്നത്. ആ സമയത്ത് എന്താണോ അവർ പഠിക്കുന്നത്, എന്താണോ അവർ അക്വയർ ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. സോ 3 to 6 years എന്ന് പറയുന്ന ടൈമിലാണ് 90% ഓഫ് ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ കയ്യിലേക്ക് കുട്ടികളെ കിട്ടുന്നത്. സോ നമുക്ക് ട്രെയിൻ ചെയ്യാനും കുട്ടികളിൽ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ട ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കേണ്ട ടൈമും ഏതാണ്? ഈ പറഞ്ഞ 3 to 6 years ആണ്. അതുകൊണ്ടാണ് മോണ്ടിസോറിയിൽ ഈ ഇയേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യന്റെ 90% ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ടൈം 3 to 6 years ആണ്. സോ ആ സമയത്താണ് കുട്ടികളിൽ നമ്മൾ ഒത്തിരി സ്കില്ലുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഓക്കെ, നോക്കാം. മസിൽസ് ഓൾസോ ബിക്കം തിക്കർ ആൻഡ് സ്ട്രോങ്ങർ. മസിൽസ് കുറച്ചും കൂടി തിക്കറും സ്ട്രോങ്ങർ ആകുന്നതും ഏത് ടൈമിൽ തന്നെയാണ്? 6 years തന്നെയാണ്. By 4 years of age, children acquire toilet and control at night. നമ്മള് 4 വയസ്സാകുമ്പോഴേക്കും കുട്ടികള് ടോയ്ലറ്റിംഗ് ഹാബിറ്റ് എന്ന് വെച്ചാൽ ടോയ്ലറ്റിൽ പോകാനായിട്ട് തോന്നുമ്പോൾ അവർക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു എന്താ പറയുക ഒരു സിംറ്റം അല്ലെങ്കിൽ സിഗ്നൽ കിട്ടും ബ്രെയിനിലേക്ക്. അതേപോലെ രാത്രി കാലങ്ങളിൽ ടോയ്ലറ്റിംഗ് എന്ന് വെച്ചാൽ നൈറ്റിൽ ടോയ്ലറ്റ് പോകുന്നത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നതും ഏത് വയസ്സിലാണ്? 4 വയസ്സിലാണ്. ഓക്കെ ഓക്കെ അപ്പോ നമ്മൾ പറഞ്ഞത് ഒരു കുട്ടീനെ സംബന്ധിച്ച് 90% ഓഫ് ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് 6 വയസ്സിനുള്ളിലാണ്. അവരുടെ മസിൽ ഡെവലപ്മെന്റ് കുറച്ച് തിക്കറും സ്ട്രോങ്ങർ ആകുന്നതും ഈ ടൈമിൽ തന്നെയാണ്. 4 വയസ്സാകുമ്പോഴേക്കും അവൻ ടോയ്ലറ്റിന്റെ ആ ഒരു കൺട്രോൾ കാര്യങ്ങൾ അക്യൂർ ചെയ്യുന്നു. ടോയ്ലറ്റിൽ പോകാറാവുമ്പോൾ അവന് മനസ്സിലാക്കുന്നു. രാത്രി കാലങ്ങളിൽ ടോയ്ലറ്റിൽ പോകുന്നത് കൺട്രോൾ ചെയ്യാനൊക്കെ അവന് പറ്റുന്നുണ്ട്. അപ്പോ ഈ സമയത്ത് നമ്മൾ കുട്ടികളോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? Parents can use activities like playing with blocks ഒക്കെ play ചെയ്യാനായിട്ട് അവരെ അവരെ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യിപ്പിക്കാം. പസിൽസ്, പിന്നെ സോർട്ടിംഗ് ബോട്ടംസ് ഓർ ബീഡ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കാം. കട്ടിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ യൂസിങ് ബൾബ് സിസേഴ്സ്. സ്ട്രെയിറ്റ് ലൈൻ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് അത് കട്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം. പേപ്പർ ക്ലിയറിംഗ് പഠിപ്പിക്കാം. കളറിംഗ് പഠിപ്പിക്കാം. പേപ്പർ ഫോൾഡിങ് പഠിപ്പിക്കാം. നമ്മള് ജസ്റ്റ് പേപ്പർ ഫോൾഡിംഗ് ഒക്കെ നമ്മള് ചെറുപ്പത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പേപ്പർ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യണമെങ്കിൽ ടീച്ചറൊക്കെ ആയിട്ട് പുതിയ കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യുന്നത്. ടു എൻഹാൻസ് ദ ഫൈൻ മോട്ടോർ കോർഡിനേഷൻ ഓഫ് യങ് ചിൽഡ്രൻസ്. ഇതെല്ലാം കുട്ടികളുടെ ഫൈൻ മോട്ടോർ കോർഡിനേഷന് വേണ്ടിയിട്ട് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് യങ് ചിൽഡ്രൻസിന്. Young children practice fine motor control through the activities like cutting, threading beads, and sorting. അത് സോർട്ട് ചെയ്യുമ്പോഴും കട്ട് ചെയ്യുമ്പോഴൊക്കെ അവര് ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. നമ്മളുടെ parents need to provide children with the toys and which further enhance their fine motor coordination. കുട്ടികൾക്ക് വേണ്ട ടോയ്സ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുക, കളിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ആണ്. ഞാൻ സാധാരണ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറിയുടെ തന്നെ മെറ്റീരിയൽസ് നമുക്കത് വാങ്ങിക്കാനായിട്ട് പറ്റണമെന്നില്ല. പക്ഷെ നമുക്കത് ടോയ്സിന്റെ രൂപത്തിൽ കിട്ടും. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ആരോ ഫ്രെയിം കാണിച്ച സമയത്ത് ഒരു കുട്ടി അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ടോയ്സിന്റെ രൂപത്തിൽ കിട്ടുന്ന ഒരു ഫ്രെയിമുകൾ എല്ലാവരും കൂടി ഉള്ളൊരു മെറ്റീരിയൽ. അപ്പൊ അത് പോലത്തെ മെറ്റീരിയൽസ് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യാ, ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പൊ പിങ്ക് ടവറിന് ഭയങ്കര കോസ്റ്റ് ആണ്. പക്ഷെ അത് കൂടാണ്ട് നമുക്ക് അതേപോലത്തെ തന്നെ മെറ്റീരിയൽസ് ഇപ്പോ ടോയ്സ് ആയിട്ട് അവൈലബിൾ ആണ്. പല ടൈപ്പ് ടോയ്സ് ആയിട്ട് അവൈലബിൾ ആണ്. അതൊക്കെ നമ്മൾ കുട്ടികളെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരില് മോട്ടോർ സ്കില്ല് കൂട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എടാ അതില്ലേ നമ്മൾ ടോയ്സ് എന്ന് പറയുമ്പോൾ റിങ് പോലത്തെ ഒരു സംഭവമുണ്ട്. വലിയ റിങ് അറേഞ്ച് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ചെറിയൊരു ഡക്കിനെ എടുത്ത് വെക്കുന്നത്. അത് നമ്മുടെ എന്താ പറയാ കുട്ടികളുടെ മോട്ടോർ സ്കിൽസ് കൂട്ടുന്നുണ്ട്. കാരണം അവരത് മനസ്സിലാക്കുകയാണ് ഏതാണ് ബിഗ് ഏതാണ് സ്മോള്, അതെങ്ങനെ അറേഞ്ച് ചെയ്യണം. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യണം. ടോയ്സ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഇപ്പൊ എന്താ പറയാ ബാർബിയുടെ സെറ്റ് അല്ലെങ്കിൽ ഡോക്ടർ സെറ്റ് അങ്ങനത്തെ കാര്യങ്ങളല്ലാണ്ട് നമുക്ക് ഇതേപോലത്തെ കാര്യങ്ങൾ അവരുടെ മോട്ടോർ സ്കില്ല് കളേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, മോട്ടോർ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാൻ ടൈപ്പ്. യെസ്,
ഇതല്ലേ? Yeah. മാം ഈ സ്ക്വീസിങ് അതേപോലെ തന്നെ ക്ലേ ഉപയോഗിച്ച് നമ്മൾ ആ കുട്ടികളെ കൈ കൊണ്ട് ചെയ്യില്ല, അതൊക്കെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആവുന്നില്ലേ? എന്താണ്? നമ്മളെ സ്പോഞ്ച് ഒക്കെ ഉപയോഗിച്ചിട്ട് സ്ക്വീസ് ചെയ്യലല്ലേ, അത് അതേപോലെ ക്ലേ ഉപയോഗിച്ച് കുട്ടികൾ ഇങ്ങനെ ക്ലേ ഇങ്ങനെ കൈ കൊണ്ട് കുഴക്കുന്നതൊക്കെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആവാൻ ഹെൽപ്ഫുൾ അല്ലേ? അതെ, ആ സമയത്ത് കുറെ കാര്യങ്ങൾ മോട്ടോർ സ്കില്ലുകൾ അക്യൂർ ചെയ്യുന്നുണ്ട്. നമ്മൾ കുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുകയും അവരുടെ ഓരോ ചെറിയ ചെറിയ എന്താ പറയാ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാം, അവരെ ഹെൽപ്പ് ചെയ്യുകയും വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നെടുത്ത് ഇത്രയും പോസ്റ്റിന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് കിട്ടിയോ? ചെയ്യാലോ. നമ്മുടെ മൊമെന്റ്സ് വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടിയിട്ടില്ല. പൊസിഷൻ വരെ എടുത്തിട്ടുള്ളൂ അല്ലെ? മൊമെന്റ്സിന്റെ കിട്ടില്ല. ഞാൻ കൊടുക്കണ്ട് കേട്ടോ. ഫിസിക്കൽ ഡെവലപ്മെന്റ് ക്വസ്റ്റ്യനും കൊടുക്കാൻ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിന്റെ ക്വസ്റ്റ്യൻസും കൂടി കൊടുക്കാൻ പറയാം. ഓക്കെ, അപ്പൊ ചാപ്റ്റർ 3 കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അവർക്ക് ഒരുമിച്ച് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരു 5 ക്വസ്റ്റ്യൻ ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചെയ്ത് നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഈ ചാപ്റ്ററിൽ എടുത്ത ടോപ്പിക്കുകൾ നല്ല രീതിയിൽ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു പോർഷനാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇവിടെ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് വരും, അതുകൊണ്ട് ആ ഒരു പോർഷൻ നല്ല രീതിയിൽ എന്ത് ചെയ്യാ, റീഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? പോർഷൻ എടുത്തത് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മോട്ടോർ ഡെവലപ്മെന്റ് എന്താണെന്നും അതിന്റെ പ്രിൻസിപ്പിൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. മോട്ടോർ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റും കൂടി ഉണ്ട്, പക്ഷെ ഞാൻ അതും കൂടി എടുക്കാത്തത് എനിക്ക് ഓവർ ആവണം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇന്ന് സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മാം. ഇത് പറഞ്ഞോളാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇന്ന് രാവിലെ തന്നെ നമ്മളെ തേടി ഒരു സന്തോഷ വാർത്ത എത്തി. പൽഗാമിലെ കല്ലേറിന് ഇന്ത്യ ചുട്ട മറുപടി നൽകി. 9 പാക് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത്. ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ. സീമന്തരേഖയിലെ സിന്ദൂരം അയച്ചവർക്കുള്ള ഏറ്റവും കനത്ത തിരിച്ചടി. അഭിമാനത്തോടെ പറയാൻ നമ്മൾ ഓരോരുത്തരും ഇന്ത്യക്കാരാണെന്ന്. താങ്ക് യു രസ്ന, ഇന്ന് ഈ കാര്യം പറയാൻ എന്നെ ഓർമ്മിപ്പിച്ചതിന്. താങ്ക് യു മാം for your wonderful class. Thank you all my dear friends. Sign out by Geedu from Trivandrum. Thank you all. എല്ലാവരും റീഡ് ചെയ്തൊരു ദിവസം തന്നെ ആയിരിക്കും. നല്ല താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.